ഹലോ ഗായ്സ്, അങ്ങനെ ലാലേട്ടൻ്റെ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ലാലേട്ടൻ ആദ്യം തന്നെ അനുമോളെയും എന്താ പറയുക, അനുമോളെ നന്നായിട്ട് പൊരിച്ചു എന്ന് പറഞ്ഞാൽ പ്രൊമോയിലെ പോലെ തന്നെ നല്ല ശരിക്ക് കൊടുത്തു. ഇനിമേലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഞാൻ ലാലേട്ടൻ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവരുടെ ഷോയുടെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ റെപ്യൂട്ടേഷനെയൊക്കെ ബാധിക്കും എന്നുള്ളൊരു പേടി ലാലേട്ടനും ബിഗ് ബോസിനും ഉണ്ട്. കാരണം അനുമോള് ഈ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിന്നു. ഞാൻ കണ്ടു നിങ്ങൾ എന്താണ് കണ്ടതെന്ന് വെച്ചപ്പോൾ ഞാൻ കണ്ടു അവരെന്താണ് ചെയ്തത് എന്ന് വെച്ചാൽ അവർ പരസ്പരം മുഖം കൊണ്ട് ഉമ്മ വെച്ചു എന്ന് തന്നെ അനുമോൾ പറഞ്ഞു. എനിക്ക് അനിമോൾ പറഞ്ഞ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നതിൽ അനിമോളിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, കാരണം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം നമ്മളൊരു കാര്യം പറഞ്ഞു, അത് ഞാൻ പറഞ്ഞില്ല, അത് സെറ്റായി പോയി സോറി പറഞ്ഞാൽ അവിടെ അവൾ കള്ളിയാവും. അങ്ങനെ ചെയ്തില്ല. പക്ഷേ ഒരു വിക്റ്റിമാക്കി, ഒരു കള്ളി എന്നുള്ള രീതിയിൽ തന്നെ ഒരു വിക്റ്റിമാക്കി മാറ്റി ബിഗ് ബോസും ലാലേട്ടനും അവിടെ രക്ഷപ്പെടുകയാണ് ചെയ്തത്. കാരണം ഈ ഷോയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന് പേടിച്ചിട്ടാണ്. അതൊക്കെ അതവിടെ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ എല്ലാവരെയും കുറേ നല്ല വഴക്ക് പറഞ്ഞു, തെറിവിളിക്കുന്നവരെ പറഞ്ഞു. അതിനുശേഷം പിന്നെ ലാലേട്ടൻ ഹൗസിനുള്ളിലേക്ക് കയറിയിട്ട് ലാലേട്ടൻ ഇവരുടെ പാരടി പാട്ട്, ഒരു പാട്ടൊക്കെ ഓണപ്പാട്ട് പാടാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അക്ബർ ഖാനും നിവിനും. അത് വളരെ ഭംഗിയായിട്ട് പാടി. ആദ്യത്തെ ഉള്ളവർക്കൊക്കെ കുത്തായിരുന്നു. അനീഷിനും അതുപോലെ അനിമോൾക്കുമാണ് നല്ല കുത്ത് കിട്ടിയിരിക്കുന്നത് അക്ബറിൻ്റെ പാട്ടിൽ കൂടി. അങ്ങനെ ആ പാട്ട് പാടി അതും ലാലേട്ടൻ ആസ്വദിച്ചു. അതിനുശേഷം ഇവർ തിരുവാതിര കളിക്കാൻ ബിന്നിനെയും അനുമോളെയും തിരുവാതിര കളിക്കാൻ ബിഗ് ബോസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. തിരുവാതിര കളിക്കാൻ വേണ്ടി, ലീഡ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിലായിരുന്നു ഷാനവാസ് ഖാനും അതുപോലെ തന്നെ റെന ഫാത്തിമയും. അവരും അവിടെ ടി വിയിൽ അവരും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ടൊക്കെ ലാലേട്ടൻ ആസ്വദിച്ചു. അതിനുശേഷം പിന്നീട് തിരുവാതിര കളിയായിരുന്നു. തിരുവാതിരയും പറ്റുന്ന രീതിയിലൊക്കെ അവർ കളിച്ചു. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അതിനകത്ത് കുറച്ച് അപാകതകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കളിക്കാൻ അറിയാത്ത പിന്നെ നമ്മുടെ എന്താ പറയുക, നൂറായ പോലുള്ള ആൾക്കാർ സ്റ്റെപ്പ് വളരെ ഈസി സ്റ്റെപ്പ് കൊടുത്താൽ നമ്മൾ പഠിച്ചു തന്നെ. ഭയങ്കര ഒരു ടഫ് സ്റ്റെപ്പായിരുന്നു കൊടുത്തത്. ഈ വലിയ തിരുവാതിര കളിക്കാരിയാണ് ശൈത്യ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ടഫായിട്ടുള്ള സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ട്, പക്ഷെ പെട്ടെന്നല്ലേ, അതുകൊണ്ട് നൂറാക്കി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം വളരെ നന്നായിട്ട് കളിച്ചവരിൽ അനുമോള് രേണുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ടായി. രേണു സുധിക്ക് പുറത്തേക്ക് പോകണോ എന്ന് ചോദിച്ചിട്ട്, നീ കുറേ ദിവസമായിട്ട് പുറത്തേക്ക് പോകണമെന്ന് പറയുമല്ലേ, പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്താ എപ്പോഴും പിന്നെ പോകണമെന്ന് പറയുന്നില്ല, അത് ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്നിങ്ങനെ പറഞ്ഞു. ഞാനല്ല, വെറുതെ അല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ട് അപ്പോഴേ ചില സമയത്ത് സങ്കടം വരും അങ്ങനെ പറയുന്നത്. പക്ഷേ ലാലേട്ടൻ പിടിച്ച പിടിയാലെ രേണു സുധിയെ പുറത്തേക്ക് കൊണ്ടുപോയി. കാരണം രേണു സുധി എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, മോശമാവുകയും ചെയ്യും, ഷോ മോശമാവും. കാരണം എപ്പോഴും അരിയും മണ്ണും സാധനങ്ങളൊക്കെ തിന്നുകൊണ്ടിരിക്കുക, പേനെ പറക്കി കട്ടിലിൻ്റെ സൈഡിലിട്ട് കൊല്ലുക, ഇതൊക്കെ ബിഗ് ബോസ് നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ബിഗ് ബോസ് നമ്മളെ കാണിക്കരുത്. നമ്മൾ ഈ ഫുഡൊക്കെ എടുത്തു വെച്ചിട്ട് കഴിക്കാനായിട്ട് ലൈവിൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോഴായിരിക്കും രേണു സുധി ഇങ്ങനെ പേനിരുന്ന് കൊല്ലുന്നത് കാണിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അവർ കാണിക്കരുത്. അതിങ്ങനെ കാണിച്ച് അത് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമില്ലേ. അങ്ങനെ എന്തായാലും രേണു സുധിയെ അവർ തന്നെ പോകണമെന്ന് പറഞ്ഞ്, ഇത് കുറേ എല്ലാ എവിക്ഷനിലും രേണു സുധി പറയുന്നതാണ്. എവിക്ഷൻ ആകുമ്പോഴത്തേക്ക് രേണു സുധി ക്യാമറയിൽ വന്നിരുന്ന് ഇങ്ങനെ മൈജി കോർണറിൽ വന്നിരുന്ന് കരഞ്ഞുകൊണ്ട് പറയും, എനിക്ക് മക്കളെ കാണണം. ഇപ്പം പറഞ്ഞു, ഞാൻ വേറൊരാളാവും, അതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് പോകണം, ഞാൻ ഇങ്ങനെ നിന്നാൽ വേറൊരാളായി പോകും എന്ന് രേണു സുധി ഉള്ളത് പറഞ്ഞു. കാരണം രേണു സുധിക്ക് മാനസികമായിട്ട് പ്രശ്നമുള്ളൊരു വ്യക്തിയാണ്. മെഡിസിൻസ് ഒക്കെ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെൻ്റലി പ്രോബ്ലം ഉള്ള ഒരാളിനെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ എന്താവും അവസ്ഥയെന്ന് അവർക്ക് തന്നെ ചിന്തിക്കാം. പക്ഷേ ഒരാളിൻ്റെ അവസരമാണ് രേണു സുധി കളഞ്ഞത്. രേണു സുധി പ്ലാറ്റ്ഫോമിൽ വന്ന് ലാലേട്ടന് മുമ്പിൽ പറയുന്നത് കേട്ടോ, എന്നെ നെഗറ്റീവ് പറഞ്ഞവരുടെ മുന്നിൽ എനിക്ക് ഒരു ദിവസമെങ്കിലും വന്നാൽ മതിയായിരുന്നു. പക്ഷേ പോസിറ്റീവായിട്ടല്ല രേണു സുധി അവിടെ കയറിപ്പോയത്, നെഗറ്റീവ് ഫെയിമായിട്ട് തന്നെയാണ് രേണു സുധി അവിടെ കയറിപ്പോയത്. ഇനി പോസിറ്റീവ് ആയിട്ട് തിരിച്ച് പക്ഷേ പോസിറ്റീവായിട്ട് വന്നു എന്നുള്ളത് നമുക്ക് വന്നു കഴിയുമ്പോൾ അറിയാം. എന്തായാലും അതിനുശേഷം എവിക്റ്റഡ് ആയിരുന്നു. എവിക്ഷൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പുലിക്കളി 6 പേരെയാണ് ആദ്യം സെലക്ട് ചെയ്തത്. അനീഷ്, അഭിലാഷ്, അപ്പാനി, അതുപോലെ തന്നെ ഒനിയൽ, ബിന്നി, പിന്നെ അടുത്ത നൂറ, ഇവർ 6 പേരെയും കൂടി പുലിയുടെ മുഖം മൂടിയൊക്കെ ഇട്ട് ഗ്രൗണ്ടിൽ കൊണ്ടുപോയി പുലിക്കളി പാട്ട് വെപ്പിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ആരെങ്കിലും ഒരു വേട്ടക്കാരനകത്തേക്ക് കയറി വരും, അയാൾ പിടിച്ചുകൊണ്ട് പോകും. എന്തായാലും പുലിക്കളിക്കൊടുവിൽ ആദ്യം പിടിച്ചത് ഒനിയലിനെ ആയിരുന്നു, വിട്ടു. പിന്നെ ബിന്നിയെ വിട്ടു. അതിനുശേഷം പിന്നീട് പിടിച്ചത് അപ്പാനിയാണ്. അപ്പാനിയെ കറക്റ്റായിട്ട് വേട്ടക്കാരൻ കൂട്ടിക്കൊണ്ടുപോയി. ഇതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു ഷോയിൽ നിൽക്കുമ്പോൾ നമ്മൾ മാന്യമായ ഭാഷ ഉപയോഗിക്കുക. ഞാൻ ഏതാണ്ട് വലിയ സംഭവം
സംഭവമാണെന്ന് വിചാരിക്കാതിരിക്കുക. കുറേ ദിവസങ്ങളായി അനുമോളുടെ പുറവേ നടന്ന് ഇപ്പം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ മുഴുവൻ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ മസ്താനെ വളരെ മോശമായിട്ടാണ് ചീത്ത വിളിച്ചത്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതോ ഒരു ഗ്രൂപ്പിൻ്റെ. അപ്പോൾ എന്തായാലും ഈ ഗ്രൂപ്പിൻ്റെ ഒരു തലവനാണ് പോയിരിക്കുന്നത്. ഗ്രൂപ്പുകാരെല്ലാം തകർന്ന് തരിപ്പണമായി നാണം കെട്ട് കരയുന്നുണ്ടായിരുന്നു. അപ്പാനിയുടെ സ്വഭാവം പോലെ തന്നെയാണ് അപ്പാനിയുടെ പിൻഗാമികളുടെ എന്ന് പറഞ്ഞാൽ ഫോളോവേഴ്സിൻ്റെ അപ്പാനിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും. കാരണം എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് പോടി പട്ടിച്ചി എന്നൊരു വാക്ക് വിളിച്ചു. അപ്പോൾ ഞാനതിൻ്റെ ഐഡിയ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും മോശമായിട്ട് പറയുന്ന ആളല്ല. നമ്മൾ അവർ ചെയ്യുന്ന തെറ്റുകൾ അല്ലെങ്കിൽ അവിടെ വിമർശിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വകതിരിവില്ലാതെ സംസാരിക്കുമ്പോൾ വകതിരിവില്ലാതെ പ്രവർത്തിക്കുമ്പോൾ നമ്മളതിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ആരെയും തെറി വിളിക്കുന്ന ഒരാളല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ട് പോലും നമ്മളെയൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പട്ടിച്ചി എന്നൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരുടെ കൂടെയുള്ളവരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെയും മാനേഴ്സും അവരുടെ ബിഹേവിയർ അതുപോലെയാണ്. അതുപോലെ തന്നെയാണ് അപ്പാനെ അകത്തും ആൾക്കാരെ ചീത്ത വിളിക്കുന്നത്, ആൾക്കാരോട് ബിഹേവ് ചെയ്യുന്നതും. എന്തായാലും അപ്പാനിയുടെ കൂടെയുള്ള അപ്പാനിയുടെ ഫ്രണ്ട്സിന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു എവിക്ഷനായിരുന്നു. എനിക്ക് ഞാൻ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാൻ വിചാരിച്ച അപ്പാനി 1-2 ആഴ്ചയും കൂടി നിൽക്കും, അത് കഴിഞ്ഞ് അപ്പാനി പോകത്തുള്ളെന്ന്. പക്ഷേ അപ്പാനിയാണ് എവിക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു എവിക്ഷനാണ് നടന്നിരുന്നത്. നേരത്തെ തന്നെ ഒരു സൂചന ഉണ്ടായിരുന്നു അപ്പാനി പുറത്തേക്ക് പോയി എന്ന്. പക്ഷേ എന്നാലും നമ്മൾ 100% കൺഫേം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ അപ്പാനി ശരത്ത്, വലിയ മഹാനടൻ, ലോകോത്തര സിനിമാ നടനായ അപ്പാനി ശരത്ത് പുറത്തേക്ക് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിൽ ഏറ്റവും സന്തോഷിച്ച ഒരാളുണ്ട് അവിടെ, മസ്താനി ഇന്നലെ വളരെ മോശമായിട്ടാണ് അപ്പാനി പറഞ്ഞത്. അപ്പോൾ അത് കാരണം തന്നെ മസ്താനി ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി, പ്രേക്ഷകർക്ക് 1000 നന്ദി, ബിഗ് ബോസിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് മസ്താനി വന്ന് പറയുന്നുണ്ടായിരുന്നു. നാളെ മസ്താനിയുടെ ചിത്തവിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ലാലേട്ടൻ വരും. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഇതിന് കിടുക്കാച്ചി പരിപാടികളുണ്ടാവും. അടുത്ത എവിക്ഷൻ ആരാണെന്ന് നോക്കാം. അപ്പോൾ ഓക്കെ, ബായ്, എല്ലാവർക്കും ഗുഡ് നൈറ്റ്, താങ്ക് യു.